ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ മൈസൂർ ട്രിപ്പ് പാർട്ട് 3 ആയിട്ടാട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ മൈസൂർ ട്രിപ്പ് പാർട്ട് 2-ൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ബൃന്ദാവൻ ഗാർഡനിലേക്കായിരുന്നേ. പിന്നെ അന്നത്തെ ദിവസം അവിടെ അവസാനിച്ചു. പിന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റ് ഫ്രഷായി. പിന്നെ സ്റ്റേ ചെയ്ത റൂമിൻ്റെ താഴെ തന്നെ നല്ലൊരു കേരള റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ ഞങ്ങൾ പാലസിൻ്റെ അവിടെ എത്താനായിട്ടുണ്ട് കേട്ടോ. പാലസിൻ്റെ അവിടെ എത്താനായിട്ടുണ്ട്. ഇനിയിപ്പോൾ വണ്ടിയൊക്കെ ഒന്ന് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ പോകുന്നത്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് പിന്നെ പാലസിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ടിക്കറ്റൊക്കെ എടുക്കണം കേട്ടോ. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഉള്ളിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ട്രിപ്പിൻ്റെ ഫസ്റ്റത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് മൈസൂർക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നൊക്കെ കേട്ടോ. എന്താ വെച്ചാൽ ഈ ഒരു പാലസ് കാണണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാട്ടോ ആ ഒരു ഇഷ്ടം നല്ല ഉണ്ടായിരുന്നത്. ഫോട്ടോയിലും വീഡിയോയിലൊക്കെ കണ്ടിട്ട് ഇതിൻ്റെ ആ ഒരു ഭംഗി കാര്യങ്ങളൊക്കെ കണ്ടിട്ടാട്ടോ അങ്ങനത്തെ ഒരു ആഗ്രഹം തോന്നിയത്. അങ്ങനെ ഫൈനലി നമ്മൾ പാലസിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ വീഡിയോയിലും ഫോട്ടോയിലൊക്കെ കണ്ട പോലെ തന്നെ അടിപൊളിയാണ് കേട്ടോ സംഭവം. പിന്നെ ഒരുപാട് ചെടികളൊക്കെ ആയിട്ട് ആ ചെടികളൊക്കെ കെയർ ചെയ്യാനും ഒക്കത്തിനും അതിൻ്റേതായ ആളുകളും ഒക്കെ ഉണ്ട് കേട്ടോ. എന്തൊരു ഭംഗിയിലാണ് എന്നറിയോ ചെടികളൊക്കെ ഉണ്ടായി നിൽക്കുന്നത്. കാണാൻ തന്നെ ഒരു പ്രത്യേക രസമുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഫുള്ളായിട്ട് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ലേ, ഞാൻ കണ്ടിട്ടുള്ള പറഞ്ഞതാണ്. അങ്ങനെ ചെരുപ്പൊക്കെ പുറത്ത് അയച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെരുപ്പ് പുറത്ത് നമ്മളൊരു സഞ്ചിയിൽ ആക്കി വെക്കണം, അല്ലെങ്കിൽ നമ്മളെ ചെരുപ്പൊക്കെ മിസ്സായി പോകും കേട്ടോ. പിന്നെ ഉള്ളിലേക്ക് കയറുമ്പോൾ ചെരുപ്പിടാൻ പറ്റൂല കേട്ടോ, നമ്മുടെ പാലസിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ. അങ്ങനെ പാലസിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വരിക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇങ്ങനെ കണ്ടിട്ട്. അപ്പം ഇവിടെ ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ പണ്ടത്തെ ആ ഒരു പോലെ അവർ ഉപയോഗിച്ചിരുന്ന ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഗ്ലാസിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തേക്കൊന്നും നമുക്ക് പോകാൻ പറ്റില്ല കേട്ടോ. അവിടെയൊക്കെ ഇങ്ങനെ ഒരു കയറ് പോലെ ഒരു ഇത് കെട്ടിയിട്ടുണ്ട് അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ പാലസിൻ്റെ ഉള്ളതെന്ന് വെച്ചാൽ ഒരുപാട് കൊത്തുപണികൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് കേട്ടോ. ആ മേലത്തെ ആ മരം കൊണ്ടുള്ളതിലൊക്കെ ഒരുപാട് കൊത്തുപണികൾ ചെയ്തിട്ടുണ്ട്. പിന്നെ വാതിലിലൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഈ ഒരു ഏരിയ ഒക്കെ അടിപൊളിയാണ്. അങ്ങനെ ഇവിടെ നിന്നൊക്കെ നമ്മൾ നല്ല ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇഷ്ടംപോലെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാക്കും കേട്ടോ ഈ ഒരു പാലസിൻ്റെ ഉള്ളിലത്തെ ആ ഒരു വർക്കും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞാൻ അത്രയൊക്കെ കേട്ടോ പാലസിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളിനി നാട്ടിലേക്ക് പോരുകയാണ്. അപ്പോൾ ഇനി നേരെ പോകുന്നത് വയനാട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് വണ്ടിയിൽ എല്ലാവരും പാട്ടൊക്കെ പാടി, ഒരു ചെറിയൊരു മൈക്ക് ഉണ്ടായിരുന്നു കേട്ടോ നമ്മളടുത്ത്. അപ്പോൾ അത് വെച്ച് പാട്ടൊക്കെ പാടി നല്ല ഇതിൽ എൻജോയ് ചെയ്തിട്ടാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഒരു ബോറടിയിലായിരുന്നേ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുമ്പം വലിയൊരു ആനനെ കണ്ടു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായി. പോകുമ്പോൾ അങ്ങനെ ഫോറസ്റ്റ് ആകുമ്പോൾ ഒരുപാട് മൃഗങ്ങളൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ പോകുമ്പോൾ മാനിനെ പിന്നെ കുറേ കുരങ്ങന്മാരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വേറെ മൃഗത്തെയൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ വരുന്ന വഴിക്ക് ആനനൊക്കെ കണ്ടപ്പോൾ മക്കളൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. പിന്നെ ഈ ഫോറസ്റ്റ് കൂടെ യാത്ര ചെയ്യാൻ നല്ല സുഖമാണ് കേട്ടോ. ഭയങ്കര തണുപ്പൊക്കെ ആയിട്ട് അടിപൊളിയാണല്ലോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ ഫോറസ്റ്റ് കൂടെ ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് തന്നെ ചെവിയൊക്കെ ഇങ്ങനെ അടഞ്ഞു പോകട്ടെ. ഇനി തണുപ്പുകൊണ്ടാണോ എന്താ അറിയില്ല. പിന്നെ അതുപോലെ തന്നെ ചുര ഇറങ്ങുമ്പോഴും ഉണ്ടാവും കേട്ടോ ഈ ചെവിയൊക്കെ ഇങ്ങനെ അടഞ്ഞിട്ട് എന്തോ പോലെ, പിന്നെ ഇങ്ങനെ പറയുന്നതൊന്നും കേൾക്കാത്ത പോലെയൊക്കെ.
വൈകിട്ട് 6 മണിയൊക്കെ ആയപ്പോൾ വയനാട് എത്തിട്ടോ. വയനാട് അഡ്വഞ്ചർ പാർക്കിലേക്കാട്ടോ ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളത് അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഈ അഡ്വഞ്ചർ പാർക്കിലേക്കൊക്കെ ഫസ്റ്റ് ടൈം ആട്ടോ വരുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെയൊക്കെ കാണാൻ. കുട്ടികൾക്കൊക്കെ കളിക്കാനും ഒക്കെ പറ്റിയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തൻസാനിയ പാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ ചെറിയ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ഓരോ സംഭവത്തിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ഇതൊരു ഗ്ലാസിൻ്റെ ഇതാട്ടോ. നമ്മൾ വന്ന വഴി നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അവർ ഇതിൻ്റെ ഡോർ അടയ്ക്കും കേട്ടോ. ഡോർ അടച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഗ്ലാസ് ആയിക്കാരം. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണുന്നത്. അപ്പം നമ്മൾ വന്ന വഴി ഏതാണെന്ന് മനസ്സിലാവില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ പല കളർ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മനസ്സിലാവില്ല ഇവിടെയൊക്കെ പോവേണ്ടിയെന്നൊന്നും. നമ്മളിങ്ങനെ അവിടെ നിന്ന് തിരിഞ്ഞ് കളിക്കും കേട്ടോ, വഴി മനസ്സിലാവാതെ. അങ്ങനത്തെ ഒരു സംഭവമാണ്. പിന്നെ അടുത്തതായിട്ട് മക്കൾക്ക് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങണം എന്ന് പറഞ്ഞപ്പം അവരതിൽ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അവർ വെള്ളത്തിൽ നല്ല കളിയാണ് കേട്ടോ. പക്ഷേ അതിൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് വെള്ളത്തിലേക്ക് ഇങ്ങനെ കിഴിഞ്ഞ് ചാടാനും ഒക്കത്തിനും അവർക്ക് പേടിയായിരുന്നു കേട്ടോ. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ വേറെ കുട്ടികളൊക്കെ വന്നപ്പോൾ അവർക്ക് കുറച്ച് പേടിയൊക്കെ മാറിയിട്ട് അവർ പിന്നെ നല്ലപോലെ കളിക്കാനൊക്കെ തുടങ്ങിയിട്ടാണ്. അങ്ങനെ അവർ അവിടെ വെള്ളത്തിൽ കളിക്കുന്ന ടൈം കൊണ്ട് ഞാനിതാ ന്യൂനുമോളായിട്ട് പാർക്കിലൊക്കെ ഇങ്ങനെ വെറുതെ അവിടെയുള്ള പാർക്കിൽ ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. ന്യൂനുമോൾക്ക് ഇങ്ങനത്തെ സംഭവത്തിലൊക്കെ കയറാനും പിന്നെ അതുപോലെ തന്നെ ഇങ്ങനത്തെ ഊഞ്ഞാല അതൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ. സിമ്പിളായിട്ടുള്ള ചെറിയതൊക്കെ പിന്നെ ഒരു പേടിയില്ലാത്തതുള്ളൂ കേട്ടോ. അങ്ങനെ നൂനും അത് അവിടെയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നൂനുമോൾ വരുന്ന വഴിക്ക് ഒരുപാട് ഛർദ്ദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വണ്ടിയിൽ നിന്ന്. അപ്പോൾ പിന്നെ അവൾക്ക് പിന്നെ രാത്രിയായും ചെയ്തിക്കണമല്ലോ. അപ്പോൾ പുതിയ ഡ്രസ്സും കാര്യങ്ങളൊന്നും ഇട്ട് കൊടുക്കാതെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഡ്രസ്സായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതാവുമ്പോൾ അവൾക്ക് നല്ല കംഫർട്ടും ആയിരിക്കും. അങ്ങനെ അവിടെ പാർക്കിലൊക്കെ കളിച്ചിങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ നാത്തൂൻ്റെ മോനും മൂത്തശ്ശിൻ്റെ മോനും എൻ്റെ കുട്ടിയൊക്കെ ഈ സംഭവത്തിലൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലൊന്നും ന്യൂനുവിന് അങ്ങനെ പേടിയില്ല. പിന്നെ അത് സ്പീഡിൽ കറങ്ങാൻ തുടങ്ങിയപ്പോൾ ന്യൂനുവിന് നല്ല പേടിയായപ്പം ഇറങ്ങി കേട്ടോ അതിൽ വന്ന്. പിന്നെ ഈ ഒരു ആനൻ്റെ പുറത്താട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ മെല്ലല്ലേ ആവുള്ളൂ. സ്പീഡിലാവുന്നതൊക്കെ അവൾക്ക് ഭയങ്കര പേടിയാണ്. അങ്ങനെ ഇതിമലൊക്കെ കയറി ഓളെന്നെ ഇങ്ങനെ മെല്ലനെ ഇളക്കിയിട്ട് ഇങ്ങനെ കളിച്ചു കേട്ടോ. പിന്നെ മൂത്തച്ഛൻ്റെ മോൻ ഇതിമ്മ കൂടെ ഒക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഓനക്ക് ഇങ്ങനെ എല്ലാത്തിമ്മൽ കയറാനും ഒക്കത്തിനും ഭയങ്കര ഇൻട്രസ്റ്റാണ്. അങ്ങനെ ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കളെ നമുക്ക് എല്ലാത്തിലും കയറ്റാൻ പറ്റും. എൻ്റെ മോൾക്ക് എല്ലാത്തിനും ഭയങ്കര പേടിയാണ്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഈ ഒരു ബോട്ടിലാട്ടോ അവരെ കയറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ഇത് തുഴഞ്ഞ് അങ്ങനെ ആ സാധനം പിടിച്ചിങ്ങനെ കറക്കിയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ന്യൂനുമോൾക്ക് അതിനൊക്കെ ന്യൂനുമോൾ പിറകോട്ടാണ്. വലിയ നല്ല ഉഷാറായിട്ടൊന്നും ഓൾക്ക് ആക്കാൻ കഴിയുന്നില്ല കേട്ടോ. അങ്ങനെ മെല്ലെ ഇങ്ങനെ ആ വെള്ളത്തിൽ ഇങ്ങനെ ഓള് പോവുകയാണ്. ബാക്കിയുള്ളവരൊക്കെ നല്ല സ്പീഡിൽ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ന്യൂനുമോള് പിന്നെ ഞാൻ ഇതിമേൽ കുറച്ചും കൂടെ നേരം ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അവൾക്ക് ആകെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഈ ഒരു സംഭവമാണ് കേട്ടോ. പിന്നെ ഇവിടെ നല്ലൊരു ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അതുപോലെ തന്നെ വലിയവർക്കൊക്കെ ഇതിൽ കയറാൻ പറ്റും കേട്ടോ. കാണാൻ നല്ല ക്യൂട്ടാണ് കേട്ടോ. അടിപൊളി കേട്ടോ കാണാൻ. അപ്പോൾ അത് കുറച്ച് നേരം വീഡിയോ എടുത്ത് ഇങ്ങനെ നിന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മക്കൾ വെള്ളത്തിൽ നിന്നൊക്കെ കയറിയിട്ടുണ്ട്. അവർക്ക് വെള്ളം കണ്ടപ്പോൾ പിന്നെ അതിൽ നിന്ന് എഴുന്നേൽക്കാനേ തോന്നുന്നില്ല. പിന്നെ അതിനൊരു ടൈം ഉണ്ടാവില്ല. ടൈം കഴിഞ്ഞാൽ അവരെന്നെ മക്കളൊക്കെ വെള്ളത്തിൽ നിന്ന് കയറ്റുമല്ലോ അതിൻ്റെ ആളുകൾ. അപ്പം ഓരങ്ങനെ കയറി പോലെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് നനഞ്ഞാകെ ഇതായിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുടെ കളിയും ചിരിയും ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പാർക്കിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്.
ഇനിയിപ്പോൾ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാനാണ്. അപ്പോൾ വയനാടൊക്കെ കഴിഞ്ഞ് പിന്നെ ചുരമൊക്കെ ഇറങ്ങിയതിന് ശേഷം പിന്നെ താമരശ്ശേരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥലത്തെത്തിയപ്പോഴാട്ടോ നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി മന്തിയായിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ വിശന്നപ്പോഴുള്ള ടേസ്റ്റ് ആണോ എന്നും അറിയില്ല. അപ്പോൾ നമ്മുടെ മൈസൂർ ട്രിപ്പ് ഇതൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ട്രിപ്പും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്, അസ്സലാമു അലൈക്കും, താങ്ക്സ് ഫോർ വാച്ചിങ്.